ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ കഴിക്കാറുള്ള ഉണ്ടംപൊരി അതേ ടേസ്റ്റിൽ നല്ല പഞ്ഞി പോലെ തന്നെ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഉണ്ടംപൊരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 പഴം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയ റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരയാണ്. ഞാൻ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ശർക്കരയുടെ അളവ് 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരേക്കും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഈ പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുമ്പോഴത്തേക്കും ശർക്കരയുമായിട്ട് നല്ലതുപോലെ ചേർന്ന് ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായി വരും. ആ രീതിക്ക് ആകുന്ന വരേക്കും ഒന്ന് പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പം ഞാൻ പഴവും ശർക്കരയൊക്കെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഉണ്ടംപൊരിയുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടും. അതിലേക്ക് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടി കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കലക്കി എടുക്കണം. സോഡാപ്പൊടി ഒട്ടും തന്നെ കട്ട പിടിച്ചൊന്നും കിടക്കാത്ത രീതിക്ക് നല്ലതുപോലെ ഒന്ന് കലക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ്. അപ്പം ഞാൻ 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയും 1 കപ്പ് മൈദയും അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഗോതമ്പ് പൊടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം 3 ഏലക്ക ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പഴവുമായിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ചേർത്ത് തന്നെ നമ്മൾ കുഴച്ചെടുക്കണം. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകാൻ പാടില്ല. കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ട് വരത്തക്ക രീതിയിൽ വേണമെന്ന് കുഴച്ച് എടുക്കാനായിട്ട്. ഞാനിപ്പോൾ മൊത്തത്തിൽ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലൊരു 2 സ്പൂൺ അളവിൽ കുറച്ചതിന് ശേഷം ബാക്കി വെള്ളം ഇതിലേക്ക് ചേർത്തൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിൽ വേണമെന്ന് കുഴച്ചെടുക്കാനായിട്ട്. വെള്ളത്തിൻ്റെ അളവ് നമ്മൾ എടുക്കുന്ന പഴത്തിനും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിക്കും അനുസരിച്ച് വ്യത്യാസം വന്നേക്കാം. നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ വരത്തക്ക രീതിയിൽ ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് കയ്യിലൊരല്പം വെള്ളം ഒന്ന് നനച്ചതിന് ശേഷം നമുക്ക് ഏത് സൈസിലാണോ ഉണ്ടംപൊരി വേണ്ടത് ആ ഒരു സൈസിന് മാവ് എടുത്തതിന് ശേഷം കയ്യിൽ ഇതുപോലെ ഒന്ന് ഉരുളയാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായതിനു ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. ആവശ്യത്തിനുള്ള മാവൊക്കെ ഒന്ന് എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കൊരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇതൊന്ന് തിരിച്ചും മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രമേ നമ്മുടെ ഉണ്ടംപൊരി എല്ലാ ഉണ്ടംപൊരിയും ഒരുപോലെ കളറായി എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടംപൊരിയുടെ പുറം ഭാഗം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ബ്രൗൺ കളറായി കിട്ടും. എന്നാൽ ഉൾഭാഗം ഒട്ടും തന്നെ വേകാതെ ഇരിക്കും. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടംപൊരി ഒന്ന് വെന്ത് നല്ലതുപോലെ ഒന്ന് കളറായിട്ട് കിട്ടിക്കോളും. അതുപോലെ തന്നെ ഈ ഉണ്ടംപൊരി വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം മാവ് ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു എണ്ണയുടെ പതയൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. ആ ഒരു സമയം കൂടെ നോക്കി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇപ്പം നമ്മുടെ ഉണ്ടംപൊരിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ലൊരു ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവിലും ഉണ്ടംപൊരി ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.